ഗുരു നിത്യചൈതന്യ ഗുരുവിനെ ഓർക്കുമ്പോൾ ദൈവദശകമാണ് ഓർമ്മയിൽ വരുന്നത്. ഞാൻ സ്വാമിജിയോട് ചോദിച്ചു, എത്ര സമയമാണ് സംസാരിക്കേണ്ടത് എന്ന്. അതിന് പ്രത്യേകം ഞാനൊന്നും കരുതിയിട്ടില്ല. അത് ഗുരു തോന്നിക്കുന്നത് പോലെ പറയാം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്ത് തുടങ്ങുന്നതിന് മുമ്പും നിത്യചൈതന്യ ഗുരു ദൈവദശകം മുഴുവൻ ചൊല്ലും. അതൊരു സംഗീതജ്ഞൻ ഗുരുവിനോട് ദൈവദശകം സംഗീതാത്മകമായി പാടി കേൾപ്പിച്ചിട്ട് അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി, ആ ദൈവദശകം ചൊല്ലാനുള്ളതാണ് എന്ന് ആ സംഗീതജ്ഞനെ ഓർമ്മിപ്പിച്ചു. ഗുരു ദൈവദശകം ചൊല്ലുന്നത് എല്ലാവർക്കും നമുക്ക് കൂടെ ചൊല്ലാൻ കഴിയുന്ന വിധത്തിലായിരിക്കും സാധാരണ. പക്ഷെ ഒരു 30 കൊല്ലമെങ്കിലും എത്രയെങ്കിലും ഗുരു ദൈവദശകം ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം ചൊല്ലുന്നത് പോലെ പിന്നീട് കേട്ടിട്ടില്ല. നമുക്കാർക്ക് വേണമെങ്കിലും കൂടെ ചൊല്ലാം. ഏത് സംഗതിയും ആരംഭിക്കുമ്പോൾ തീരെ അത്യാവശ്യം ഉള്ള സംഗതി അല്ല തുടർന്ന് ഉള്ളതെങ്കിൽ, അല്ലാത്ത എല്ലാ സന്ദർഭത്തിലും ദൈവദശകമാണ് ഗുരു ഏത് സംഗതിക്കും പ്രമാണമായി സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ദൈവദശകം ചൊല്ലാൻ പോവുകയാണ്. ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികണ്ണീ ഭവാബ്ധിക്ക് ഒരാവി വൻതോണി നിൻ പദം, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യം ജ്ഞാനം ആനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ, ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. ആഴമേറും നിന്മകസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഈ പ്രാർത്ഥനയുടെ സ്വരൂപമാണ് ശ്രീ നാരായണ ഗുരു. ഈ പ്രാർത്ഥനയുടെ സ്വരൂപമാണ് ശ്രീ നാരായണ ഗുരു തൃപ്പാദങ്ങൾ. ദൈവത്തിന് സാധാരണ അല്ലെങ്കിൽ ബ്രഹ്മത്തിന് കൊടുക്കുന്ന നിർവചനം പലതുമുണ്ട് നമ്മുടെ വരിഷ്ഠ പൂർവികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ.
ആർഷമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. അതിൽ നീ സത്യം, ജ്ഞാനം, ആനന്ദം എന്നുള്ളത് അംഗീകരിച്ചിരിക്കുന്നു നാരായണഗുരു ദൈവ ദശകത്തിൽ. അത് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പണ്ഡിതന്മാർക്ക് എന്താണ് സത്ത്, എന്താണ് ജ്ഞാനം, സത്യം സത്ത്, സത്സ്വരൂപത, എന്താണ് സത്യം, എന്താണ് ജ്ഞാനം, എന്താണ് ആനന്ദം എന്നെല്ലാം എത്ര വേണമെങ്കിലും വിശദീകരിച്ച് സപ്രമാണം ഗ്രന്ഥങ്ങൾ വ്യാഖ്യാന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയും. പക്ഷേ എൻ്റെ ശ്രദ്ധ അതിലേക്ക് വേറൊരു തരത്തിലാണ്. എന്നെ ഇതെല്ലാം പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളും വിശാലാനന്ദ സ്വാമികളും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും സംഭവിച്ചത് ഔചിത്യം ഉള്ളത് ആയിരിക്കണം എങ്കിൽ, അവരുടെ ഹൃദയത്തിൽ വന്ന സത്യസന്ധമായ വാക്കുകൾ ആണെങ്കിൽ, ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് സർവേശ്വരന് വളരെ ഷാർപ്പായിട്ട് വളരെ കൃത്യമായി നൽകുന്ന ആ നിർവചനം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓതും മൊഴിയും ഓർക്കിൽ നീ. സർവേശ്വരന് അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു പുതിയ ഡെഫിനിഷനാണത്. എനിക്കിത് ഇങ്ങനെ പറയാൻ എങ്ങും ഇതുവരെ ഞാൻ കണ്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഇല്ലാത്ത ഒരു കാര്യം ഒരു സത്യപ്രസ്താവമായി തന്നെ ധൈര്യമായി ഇവിടെ എനിക്ക് ശക്തി പകരുന്നത് ഇപ്പോഴും ആരാണ്? അത് ഗുരു നിത്യ ചൈതന്യ ഇതിയാണ്. ഇവിടെ ആ വ്യക്തി രൂപത്തെപ്പറ്റി, അതിൻ്റെ സവിശേഷതയെപ്പറ്റി നമ്മുടെ ഈ സമ്മേളനം തുടങ്ങിവെച്ച സ്വാമിജി പറഞ്ഞു. കുറച്ച് വിസ്തരിച്ച് തന്നെ ശാലാഷ സ്വാമിയും പറഞ്ഞു. അതെല്ലാം ഗുരുവിനെ സംബന്ധിച്ച് ഉള്ള സത്യമായ വാക്കുകളാണ്. അപ്പോഴും നിത്യചൈതന്യയതി ആര്? ഞാനിതാ എന്തോ പറയാൻ ശ്രമിക്കുന്നു, വാക്കുകളിങ്ങനെ വരുന്നു. ഞാൻ പറയുന്ന വാക്കുകൾ ഇങ്ങനെ വരുന്ന അനുക്രമത്തിൽ ആശയരൂപീകരണം ചെയ്യുവാൻ ഞാൻ തുനിയുന്നു. ആ ശ്രമമാണ് ഈ വാക്കുകളായി വരുന്നത്. അത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ആശയരൂപീകരണം സംഭവിക്കുന്നു വക്താവായ എന്നിൽ. അത് ശബ്ദത്തിൽ നിങ്ങളുടെ കാതുകളിൽ കൂടി കേൾക്കുമ്പോൾ ഭാഷ അറിയുന്ന നിങ്ങൾ അതേ വാക്കുകൾ അതേ ക്രമത്തിൽ നിങ്ങളും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ അർത്ഥ സ്ഫോടനം നടക്കുന്നു. നിങ്ങളുടെ പ്രതിഭയിൽ ഈ വക്താവ് ഉദ്ദേശിച്ചതും പറഞ്ഞതുമായ വാക്കുകളുടെ ആശയം നിങ്ങളുടെ ഉള്ളിൽ തെളിയുന്നു. ഇത് ഒരു യോഗരഹസ്യമാണ്. അദ്വൈതമായ കാര്യമാണ് ശ്രോതാവിനെയും വക്താവിനെയും ഒന്നാക്കുന്ന. അതുകൊണ്ട് തന്നെ അത് അദ്വയവും ആണ്. ഈ രഹസ്യം നമുക്ക് മഹാഗുരുക്കന്മാരിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. ഞാൻ ഇവിടെ ഏതെല്ലാം തരത്തിൽ ഗുരുവിനെ വിശേഷിപ്പിച്ചു. അദ്ദേഹം മനഃശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു, പ്രൊഫസറായിരുന്നു. അതായിരുന്നു ഇങ്ങനെ
പലതരത്തിലും ഗുരുവിനെ വിശേഷിപ്പിച്ചു. ഈ വിശേഷണങ്ങളെല്ലാം ഇതുപോലെ പലതും അദ്ദേഹത്തെപ്പറ്റി നമുക്ക് വാഴ്ത്താൻ കഴിയുന്ന വാക്കുകളെല്ലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മൗനഘനമായ സമാധ്യവസ്ഥയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കുകയാണ് അതുകൊണ്ട് ലഭിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് സ്വാഭാവികമായി സ്വച്ഛമായി ആത്മസ്വരൂപതയുടെ നിസ്സംഗ ഭാവത്തിൽ, നിശ്ചല ഭാവത്തിൽ, മൗന ഭാവത്തിൽ ഇരിക്കുവാൻ അവസരം ഒരുക്കുന്ന അതിൻ്റെ കഞ്ചുകമായിട്ടാണ്, അതിൻ്റെ ആവരണമായിട്ടാണ് നമ്മുടെ ഈ അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രശംസയായാലും ലോകത്തെക്കുറിച്ചുള്ള പ്രശംസയായാലും അത് സംഭവിക്കുക. ഞാൻ പറയുന്ന ഇത്തിരി സൂക്ഷ്മമായ കാര്യമാണ്. കാരണം നിത്യചൈതന്യ ഗുരുവിൻ്റെ 100-ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ അത് കഴിഞ്ഞുപോയ ഒരു ചരിത്ര പുരുഷൻ്റെ സ്മരണയെ അദ്ദേഹം കടന്നുപോയ വഴികൾ അടയാളപ്പെടുത്തിയത് ഏതേതെല്ലാം തരത്തിൽ നമുക്ക് അനുഭവവിദിതമായി തീരുന്നു. ഇപ്പോഴും നമുക്ക് അത് പകർന്നു തരുന്ന ആളുകൾ എത്രമാത്രം ഇതെല്ലാം അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞുപോയതിൻ്റെ വിവരണമാണ്, ചരിത്ര പുരുഷന്മാരെ കുറിച്ചുള്ള വർണ്ണനയാണ്. ആ തരത്തിൽ കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. ഓതും മൊഴിയും ഓർക്കിൽ നീ. ഈ നിമിഷവും ഈ കാണുന്ന രൂപങ്ങളായി, കേൾക്കുന്ന ശബ്ദങ്ങളായി, അത് നമ്മളിൽ ഉളവാക്കുന്ന മനോഭാവങ്ങളായി എല്ലാം രൂപാന്തരപ്പെട്ട് അനുഭവവിദിതം ആക്കിക്കൊണ്ടിരിക്കുന്ന മുറിയാത്ത ഒരു മഹാസംഭവമാണ് ഗുരു എന്ന് പറയുന്നത്. അതിൽ നിന്നും ഒട്ടും ഭിന്നമല്ല ഗുരു നിത്യ ചൈതന്യ ഏതി. അതാണ് ഞാൻ പറയുന്നത്. എന്ത് ആണോ ഇന്ന് പറയാൻ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് പറയിക്കുവാൻ അവിടെ നിന്ന് തീരുമാനിച്ചത്, ആ കാര്യങ്ങളെ സംഭവിക്കൂ, അതിന് മാത്രമേ എനിക്ക് ത്രാണിയുള്ളൂ എന്ന് പറയുകയാണ്. ഗുരുവിൻ്റെ ഗ്രന്ഥരചനയെപ്പറ്റി പറയുമ്പോൾ ആളുകളിങ്ങനെ പറയും, അനേക ഗ്രന്ഥങ്ങൾ എഴുതി, 100 പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ, അതിനേക്കാൾ 300 പുസ്തകങ്ങൾ മലയാളത്തിൽ എന്നെല്ലാം പറയും. അത് നമ്മൾ ഒരു കാര്യം പറയാൻ അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതുന്നത് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞ് വരുന്ന ഒരാശയം വ്യക്തമാക്കുന്നതിന് നാം ഭാഷ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാമെന്നുള്ള മലയാളമെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ഭാഷയാണെങ്കിൽ ഇംഗ്ലീഷ്, മറ്റേതെങ്കിലും ഭാഷയാണെങ്കിൽ. പക്ഷേ നിത്യചൈതന്യ ഗുരുവിൻ്റെ രചനയെപ്പറ്റി ഇവിടെ പറഞ്ഞു. ആ രചന നമ്മളിലൊരു ഭാഷാരൂപമായിട്ടല്ല അനുഭവമാകുന്നത്, അതൊരു സംഭവമായി നമ്മെ അനുഭവിപ്പിക്കുന്ന ഒരു വല്ലാത്ത മാസ്മരികത, ഒരു ആലക്തിക ശക്തി അതിനകത്ത് പ്രവർത്തിക്കുന്നത് പോലെയാണ്. എന്ന് പറഞ്ഞാൽ ആ വസ്തുസ്വരൂപത തന്നെ ഭാഷാശില്പമായി, ഭാഷയായി വിടർന്നു വരുന്ന ഒരു അനുഭവമാണത്. അതാണ് നിത്യചൈതന്യ ഗുരുവിൻ്റെ ഭാഷ. അത് അദ്ദേഹം ഇംഗ്ലീഷിൽ ഉപയോഗിച്ചാലും മലയാളത്തിൽ ഉപയോഗിച്ചാലും അത് ഏതാണോ ആശയം, ആ ആശയം സംഭവത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണെങ്കിൽ ആ സംഭവമായി തന്നെ ഭാഷാരൂപത്തിൽ, ശബ്ദരൂപത്തിൽ ആവിഷ്കൃതമാവുകയാണ് ഗുരുവിൻ്റെ ഒരു രീതി. എന്ന് പറഞ്ഞാൽ ആ ആത്മസ്വരൂപം. എന്തുകൊണ്ടാണ് നാരായണ ഗുരു നമുക്ക് ആത്മോപദേശ ശതകം എഴുതി തന്നത്? നിത്യചൈതന്യ ഗുരു പറയുന്നു, ആത്മോപദേശ ശതകം
എൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രമാണം എന്ന് പറയുകയാണ്. എൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രമാണം ആണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്. എന്താണ് അതിൽ കൂടി ഗുരു നമ്മെ പഠിപ്പിക്കുന്നത്? എല്ലാം പഠിപ്പിക്കുന്നു. എങ്കിലും അല്പം ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. അത് ഒന്നാമത്തെ മന്ത്രം എങ്ങനെയാണ്? മന്ത്രമെന്ന് തന്നെ പറയണം. ഓതിടണമെന്നല്ലേ പറയുന്നേ? ഓതുന്നത് മന്ത്രത്തെയാണല്ലോ. അത് മന്ത്രമാണ്, ശ്ലോകമാണ്, അല്ലെങ്കിൽ ശ്ലോകമല്ല പദ്യമാണെന്ന് വരികിലും അത് ഓതാനുള്ള മനന ധ്യാനത്തിന് നിങ്ങൾക്ക് വിധേയമാക്കേണ്ട സംഗതിയാണ്. എങ്കിലേ അതിന് വേണ്ടവണ്ണം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നാരായണ ഗുരുവിന് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്ന് പറഞ്ഞു. അറിവിലും എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിവാണ്. ഇത് കേൾക്കുന്നില്ലേ? അതുപോലെ ആയിരം ഗ്രന്ഥങ്ങളിൽ ഇന്നോളം സഞ്ചയിച്ചു വച്ച അറിവിൻ്റെ ഭണ്ഡാകാരമായി അറിയപ്പെടുന്നത് എല്ലാം അറിവാണ്. അതിലേതെല്ലാം പെടും? ചരിത്രം വരും, ഭൂമിശാസ്ത്രം വരും, ചരിത്രം വരും, സാമൂഹ്യശാസ്ത്രം വരും, എത്തിക്സ് നിയമസംഹിത വരും, ശരിക്കുമുള്ള ഇതെല്ലാം വരും. ഇതെല്ലാം അറിവിൻ്റെ ശേഖരത്തിൽപ്പെടുന്ന അതാണ്. പക്ഷേ ഇതന്നെയല്ല പറയുന്നത്. ഇതിലും ഏറിയ ഒരറിവുണ്ട് എന്ന് ഗുരു പറയുകയാണ്. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്ന് പറയുകയാണ്. അറിവിലും ഏറി എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരുപാട് പറഞ്ഞ് നീട്ടി നിങ്ങളെ വല്ലാത്ത വിഷമത്തിൽ കൊണ്ടുപോകുന്നു. ഗുരു അത് ചെയ്യില്ല. ഗുരു കൃത്യമായി കണിശമായി നമ്മളെവിടെ കൊണ്ടുപോകണം, എവിടെ നിർത്തണം, എവിടെ വെച്ച് എന്ത് നമ്മെ പഠിപ്പിക്കണം, എന്താക്കി മാറ്റണം എന്നെല്ലാം വളരെ ക്ലിപ്തമായ നിശ്ചയബുദ്ധിയുള്ള ആണ് നാരായണ ഗുരു വാക്കുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ അധികം നീട്ടാൻ വിടുന്നില്ല. അറിവിലും ഏറി അറിഞ്ഞിടുന്നവൻ എന്നൊരു പ്രയോഗം. അത് അറിഞ്ഞിടുന്നവൾ ആയാലും കുഴപ്പമില്ല. അവിടെ ഒരു മാനുഷീകരണം ഗുരു കൊണ്ടുവരുന്നു. അപ്പോൾ എളുപ്പമായി. തന്നൊരുവിൽ ഇനി ആ ആളിൻ്റെ കേന്ദ്രം പറയുകയാണ്. എവിടെയാണ് ആ ആൾ വസിക്കുന്നത്? എന്താണ് അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്? തന്നൊരുവിലും, തൻ്റെ ഈ ശരീരത്തിലും. പറഞ്ഞു നിർത്തുന്നില്ല. പുറത്തും ഉജ്ജ്വലിക്കും പറയുകയാണ്. ഒരു തീക്കുണ്ടം, അതിൽ നിന്ന് തീജ്വാല ഇങ്ങനെ വരുന്നു. ആ തീ കനൽ, അതിലിരിക്കുന്ന ആ തീക്കുണ്ടത്തിൽ ഇരിക്കുന്ന ആ തീ ആയി മാറിയിരിക്കുന്ന ഒരു സ്റ്റഫുണ്ട്, ഒരു ഇന്ധനമുണ്ട്. അതിൽ നിന്നാണ് ഈ ജ്വാല ഉയർന്നു വരുന്നത്. അത് അഭിന്നമാണ്. അതുപോലെ അഹവും പുറവും തിങ്ങും മഹിമാവെന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുമ്പോൾ മാത്രമേ ഉരുവിലും പുറത്തും ഉജ്ജ്വലിക്കും എന്ന് പറഞ്ഞിട്ട്, പുറത്തു എന്ന് പറയുമ്പം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതിന്, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നതിന് ആകാശം ഒരു മേലാപ്പ് പോലെ തോന്നുകയാണെങ്കിൽ അതിനും അപ്പുറത്ത് വശങ്ങൾ, ദിക്കുകൾ എന്ന് നാം നിർണ്ണയിക്കുന്നതിനും ദിക്ക് രൂപം വരത്തക്ക വിധത്തിൽ വശങ്ങളിലേക്കും ആഴങ്ങളിലേക്കും അവധിയില്ലാതെ പോകുന്ന ബ്രഹ്മസ്വരൂപത്തെയാണ് അവിടെ കാണുന്നത്. അതാണ് പുറമെന്ന് പറയുന്നത്. അതുകൊണ്ട് പുറത്തും ഉജ്ജ്വലിക്കും കരുവിനെ. വീണ്ടും എന്നെ പോലെ നീട്ടുന്നില്ല, ഒരു ന്യൂക്ലിയസ്, ഒരു കേന്ദ്രസ്ഥാനം നമുക്ക് ധ്യാനത്തിന് ഗുരു കൊണ്ടുവരുന്നു. ഇതെല്ലാം ആയിത്തീർന്നു കൊണ്ടിരിക്കുന്ന, അനുഭവവിദിതമായി കൊണ്ടിരിക്കുന്നതിന് ഒരു കേന്ദ്രസ്ഥാനമുണ്ട്, കരു. ആ കരുവിനെ പറ്റിയെല്ലാം പണ്ഡിതന്മാർക്ക് വലിയ വലിയ സംഗീതം. എന്തായാലും അതിൻ്റെ കേന്ദ്രമാണ്, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചാർക്കോൾ കൊണ്ട് ഒരു അടയാളപ്പെടുത്താൻ അവിടെ അതിന് വടിവോ പിന്നെ രൂപം വരണമെങ്കിൽ, ഒരു വടിവ് വരണമെങ്കിൽ, എന്തെങ്കിലും അടയാളപ്പെടുത്താൻ അവിടെ ഒന്നുമില്ല. അതുകൊണ്ടൊരു പോയിൻ്റ്ലെസ് പോയിൻ്റ് എന്ന് പറയാവുന്ന ഒരു 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 ബിന്ദുവാണത്. ആ ബിന്ദു, അതുകൊണ്ടാണ് നിത്യേന ഗുരു പറയുന്നത്, ഒരു ബിന്ദുവിൽ നിന്ന് ആണ് ഈ ദേശം മുഴുവനും വിസ്ഫാരിതമായി തീരുന്നത്. ഒരു സൂര്യനിൽ നിന്ന് എങ്ങനെയാണോ സൂര്യരശ്മികൾ നാലുപാടും വേവിച്ച്
ഈ പകലായി മാറുന്നത് അതുപോലെ ഒരു ബിന്ദുവിൽ നിന്നാണ്. ഒരു ബിന്ദു, ഒരു കേന്ദ്ര സ്ഥാനം, കണ്ണിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടം മുഴുവനും നമുക്ക് കാണുമാറാകുന്നത്. ഒരു നാദത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നാണ് മഹാഭാരതമെന്നല്ല ഏത് ഇതിഹാസമായാലും അതിനപ്പുറമുള്ള ഗ്രന്ഥമായാലും അറിവിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വളരെ വിപുലമായ ഒരു സംഗതിയെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാരായണ ഗുരു കണ്ട കരുവിന് എന്ന് പറഞ്ഞിട്ട് ഈ തേകീശ്വരൻ പറയും പോലെ ബഹളമൊന്നും വയ്ക്കണ്ട, ശാന്തമായി കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി വെളിയിലേക്ക് പോകുന്ന ഈ ലോകത്തെ, നാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞ അന്യയിലേക്ക് പോകുന്ന ഈ ലോകത്തിൽ നിന്ന്, ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മദേവൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ബഹിർമുഖമായി സൃഷ്ടിച്ചു കൊന്നുകളഞ്ഞിരിക്കുന്നു എന്ന് ഉപനിഷത്ത് പറയുന്ന നാരായണ ഗുരു സൗമ്യമാർ പറയുന്നു. അതിൽ നിന്നെല്ലാം നിവർത്തിച്ച് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഈ കരുവിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവന്നിട്ട് ഈ കരുവിൽ നിന്ന് പോകുന്ന അവസാനിക്കാത്ത അവധിയില്ലാത്ത നാനാത്വങ്ങളിലേക്ക് ആ അവധിയില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിലേക്ക് പോകാതെ അത് ഏതൊരു പ്രകാശത്തിൽ നിന്നാണോ, ഏതൊരു ശക്തിയിൽ നിന്നാണോ, ഏതൊരു ബൈന്ധവ സ്ഥാനത്ത് നിന്നാണോ ആരംഭിക്കുന്നത് ആ സ്ഥാനത്തേക്ക് എല്ലാ ശ്രദ്ധയും കൊണ്ടുവന്ന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെര വീണ് വണങ്ങി ഓതിടേണം. ഇതുതന്നെയാണ് നമുക്ക് ആശ്രയമായിട്ടുള്ളത്. ഇനി മറ്റൊരു വഴിയില്ല എന്നുള്ള ശരണ്യഭാവത്തിൽ ഇതിനെ നാം മനനം ചെയ്തിടണം എന്നാണ്. ഒരു ശ്ലോകം മതി. ആത്മോപദേശത്തിലെ ആദ്യത്തെ ശ്ലോകം മതി ആത്മസാക്ഷാത്കാരത്തിന്, ബ്രഹ്മസാക്ഷാത്കാരത്തിന്. ഒരു മനുഷ്യന് ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ നിന്ന് ഇതെല്ലാം ബന്ധിതമാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന തുര്യസ്ഥാനമായ ആ പരമമായ അറിവിലേക്ക്, നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയുന്ന അറിവിലും ഏറിയ അറിവിലേക്ക് സഹായം കൊണ്ടുപോകാൻ, നമ്മെ അതാക്കി തീർക്കുവാൻ വേറെ ഒന്നും വേണ്ട. ഈ രഹസ്യമാണ് ഗുരുപരമ്പരയിൽ കൂടി നാരായണ ഗുരുവിൻ്റെ ദൈവദശകത്തെപ്പറ്റി പറഞ്ഞാലും ഉപദേശ ശതകത്തെപ്പറ്റി പറഞ്ഞാലും നടരാജ ഗുരുവിൽ കൂടി, നിത്യചൈതന്യ ഗുരുവിൽ കൂടി നമുക്ക് ലഭിക്കുമാറാകുന്നത്. ഇപ്പോഴും ഗുരു മുനിയിൽ കൂടിയും നമുക്ക് ഇതേ സ്രോതസ് തന്നെ തട്ടും തടവും കൂടാതെ ഏതൊരു കളങ്ക രേഖകളും ഏതൊന്നും അതിൽ പതിയാതെ സ്വച്ഛമായ പ്രവാഹമായി നാരായണ ഗുരുവിൻ്റെ അമൃതവാണികൾ നമുക്ക് സുലഭമാക്കി തരുന്നത്. അതിന് ആ പരമ്പര എങ്ങനെയാണോ ഗുരുവിൽ നിന്ന് ഈ ശിക്ഷണം ശരിയായി പറയില്ലേ, 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നില്ലേ, ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഏതറിവ്? ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തി അതിലംഘിച്ച് നിൽക്കുന്ന ഈ തുര്യമായ അറിവായി, ഈ മഹാപ്രകാശമായി, ആത്മസ്വരൂപമായി തീരണം. ഇതിനിന്ന് അയോഗ്യനെന്നാൽ അങ്ങനെ ആണ് നമ്മുടെത്തെ സ്ഥിതി എന്ന് ബോധ്യം വന്നാൽ, അങ്ങനെ അല്ല, ആ ഒരു സ്ഥിതിയിൽ എത്തിയിട്ടില്ല എന്ന് ബോധ്യം വന്നാൽ പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടയണം എന്ന് പഠിപ്പിക്കുന്നു. നമുക്ക് ഒരു സാധനാപാഠമായി ഗുരു അവിടെ തരുന്നു. ഈ രഹസ്യങ്ങൾ നിത്യചൈതന്യരീതി അതുപോലുള്ള ഗുരുക്കന്മാർ നമ്മളെ അടുത്തിരുത്തി നമുക്ക് അതിൻ്റെ ജീവിതാനുഭവമാക്കി തരുന്നു. ഗുരു ചോദിക്കുന്നു, നാരായണ ഗുരു ചോദിക്കുകയാണ്, അറിവിനെ വിട്ടത ഞാനുമില്ല. 2 കാര്യങ്ങളാണ് ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത്, ആകേണ്ടത്. അത് എല്ലാം ഈ ലോകം ഇവിടെ നിന്നുണ്ടായി. ആത്മശ്വരിൽ 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, നമ്മളിവിടെ ഉദ്ധരിച്ച ശ്ലോകത്തിൽ തന്നെ പറയുന്നു. പിന്നെ ഇത് എന്താ, ആര്? ഞാനാര് ആണ്? ഈ ഞാൻ തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അറിയാതിരിക്കുന്നത്. അതിനുകൊണ്ടാണ് ആ അറിവിനെയാണ് ആത്മോപദേശകം എന്ന് പറയുന്നത്. ശതകമാറ്റി എഴുതി തന്നത് ആ അറിവിനെ തന്നെയാണ്. അത് പറയുന്നുണ്ട്, എന്തൊരു സരസമാണ്. ഇപ്പോൾ ഇരുളിലേക്ക് നമ്മളെ കൊണ്ട് നിർത്തുന്നു.
ഇരുളിലാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു ഇരുൾ മുറിയിരിക്കുന്ന ഒരാൾ, വേറൊരാളും അതുപോലെ ഇരുൾ മുറിയിലിരിക്കുന്നു. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നില്ല. എന്തോ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഇങ്ങനതാര് ചോദിക്കുകയാണ്. ഒരു ശബ്ദം കേട്ടു ആ മുറിയിൽ നിന്ന്, ആ ഇരുൾ പൂണ്ടിരിക്കുന്ന മുറിയിൽ നിന്നൊരു ശബ്ദം. അതാര് എന്ന് ചോദിക്കുകയാണ്. നീ ആര്? അത് ഞാൻ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണൻ എന്ന് പേര് പറയും. പേര് പറഞ്ഞില്ലെങ്കിൽ ഞാനെന്ന് പറയുന്നു. ശരി, തിരിച്ച് ചോദിച്ചാലോ ഇരുളിരിക്കുന്നവനോട്? ഞാൻ. ഓഹോ, അപ്പം ഞാൻ ഇരുട്ടിലിരിക്കുന്ന രണ്ടു പേർക്കും ആരായിരുന്നാലും അവർ ആര് തന്നെ ആയിരുന്നാലും ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ, ഞാൻ. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അഹം പൊരുളും തുടർന്നിരുന്നു. ഈ അഹം ഇങ്ങനെ തുറന്ന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ, പിണ്ടനന്ദിയിലൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ, അങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ശയിച്ചിരിക്കുന്ന ആ അവസ്ഥയിൽ ശിശു എന്ന് പറയാറായിട്ടില്ല. ആ അവസ്ഥ മുതൽ ഇങ്ങോട്ട് വളർന്ന് മനുഷ്യനായി ജനിച്ച് വളർന്ന് പിന്നെ ശിശു, ബാലൻ, കുമാരൻ അല്ലെങ്കിൽ കുമാരി, യൗവനം, പിന്നെ കുറച്ചുകൂടി ഒന്ന് വാർദ്ധക്യം, പിന്നെ അതിനോട് ചേർത്ത് വന്ന. പക്ഷേ ഈ അവസ്ഥകളൊന്നും ബാധിക്കാതിരിക്കുന്നതാണ് വരുമാറു വിധം വികാരവും വരുമാറില്ല അറിവിനതിന് നേർ. ഇതിന് അഭിമുഖമായി ഇതിനെല്ലാം സാധ്യത നൽകിക്കൊണ്ടിരിക്കുന്ന അറിവുണ്ട്. അതാണ് അറിവിലുമേറിയ അറിവെന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല എന്ന് നാരായണ ഗുരു അനേകമ്പ ദശകത്തിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ രഹസ്യങ്ങളാണ് ഗുരുക്കന്മാർ. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞു എന്നല്ലോ, എന്താണ് പിന്നെ അന്വേഷണം? പറയുന്നയാൾ പറയപ്പെടുന്ന ഏതിനെയാണോ പറയപ്പെടുന്ന വസ്തുവും, അതായത് ഒരു ജ്ഞാതാവും ഒരു ജ്ഞേയവും, ഇതാണ് പ്രതിദ്വന്ദ്വമായി നിൽക്കുന്നത്, രണ്ടായി നിൽക്കുന്നത്. ഇത് എവിടെ ഒന്നാവും? ത്രിപുടി മുടിയ എന്നൊക്കെ പറയും. ഇവിടെ ഒന്നാവും. ഒരു ജ്ഞാതാവ് ജ്ഞേയമായിരിക്കുന്ന വസ്തുവിനെ അറിയുമ്പോൾ ജ്ഞാനമായി. അപ്പോൾ ആ ജ്ഞാനമാകുമ്പോൾ ഈ ഏതിനെയാണോ അറിയപ്പെടേണ്ടത്, മനസ്സിലാക്കപ്പെടേണ്ടത്, അത് വന്ന് എവിടെ ചേരുന്നു? അറിയാൻ ആഗ്രഹിക്കുന്ന, അന്വേഷിക്കാനുള്ളവർ വന്ന് ചേരുമ്പോൾ അത് ജ്ഞാനമായി, അതിൻ്റെ പൂർത്തീകരണം നടന്നു. ഇതാണ് ത്രിപുടി മുടിയുക എന്ന് പറയുന്നതിൻ്റെ രഹസ്യം. അല്ലാതെ മുപ്പിരി കയറൊന്നുമില്ല മുടിയാൻ. അപ്പോൾ ഇവിടെ സന്ധിക്കുന്നു, ജ്ഞാനത്തിൽ അവസാനിക്കുന്നു ജ്ഞാതാവിൻ്റെ അന്വേഷണവും ജ്ഞേയമായ വസ്തുവുമായിട്ടുള്ള പാരസ്പര്യം. ഈ രഹസ്യമാണ് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നത്. ത്രിഭുവന സീമ കടന്നു തിങ്ങുവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് പറയുന്നത് ഈ ആത്മസ്വരൂപം വെളിപ്പെടലാണ്. അത് കപടയതിക്കെന്ന് പറഞ്ഞാൽ മറ്റു മാർഗങ്ങളിൽ കൂടി സഞ്ചരിച്ചാൽ ഈ മഹാപ്രകാശം നമുക്ക് തെളിഞ്ഞു കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകയില്ല അറിവും പ്രകാശം മാത്രം. നിത്യചൈതന്യ ഗുരു വളരെ കൃത്യമായി പറഞ്ഞു തരുന്നു. ദർശനം ആണ്. അറിവിനെ വിട്ടത ഞാനുമില്ല. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അത് എന്നിൽ നിന്ന് എപ്പോഴെങ്കിലും വിട്ടു നിൽക്കുന്നോ? ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആ കേൾക്കുന്ന മുറ മുതൽ അവസാനം വരെ നിങ്ങളിൽ വിട്ടു നിൽക്കുന്നോ? ഇല്ല. അറിവിനെ വിട്ടത ഞാനുമില്ല. പിന്നെ ഞാൻ പിരിഞ്ഞാലോ അറിവുമില്ല. സംശയമുണ്ടോ? ഞാനതിന് പോയാൽ അവിടെ പ്രസക്തമായൊരു കാര്യവുമില്ല. ഈ കറണ്ട് അപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടായിരുന്നാലും പ്രസക്തിയില്ല. ഇതിൻ്റെ അപ്പുറത്തെ നമുക്ക് പ്രസക്തിയില്ല. പ്രസക്തമാകുന്നത് എപ്പോഴും അതിലാവശ്യമായിട്ട് വരുമ്പോഴാണ്. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകില്ല. പിന്നെ എന്ത് നാരായണ ഗുരു കൃത്യമായി പറയുന്നു, പ്രകാശം മാത്രം. അവിടെ ഒരു മഹാപ്രകാശം മാത്രമാണ്. അറിവിനെ വിട്ടത ഞാനുമില്ല, എന്നെ പിരിയുകിൽ അറിവും ഇല്ല. പിന്നെന്താ? പ്രകാശം മാത്രം. അറിവറിയുന്നവനെന്ന് രണ്ടുമോർത്താൽ ഒരു ഉരുളാം, ഇതിലില്ല വാദമേതും. ഇതാണ് നാരായണ ഗുരു ലോകത്തിന് നൽകുന്ന ഫിലോസഫി, തത്വജ്ഞാനമെന്ന് പറയുന്നത്. ഇത് എഴുതി വയ്ക്കാനോ പ്രചരിപ്പിക്കുവാനോ പുസ്തക രൂപത്തിലോ മറ്റോ പ്രസംഗിച്ച് നടക്കാനുള്ള സംഗതിയല്ല. ഇത് സാക്ഷാത്കരിക്കേണ്ട സത്യസ്വരൂപതയാണ്. ഇതാണ് ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് പറയുന്നത്. ആ മഹാപ്രകാശമാണ്, അറിവിലും ഏറിയ അറിവാണ്. അത് കേവലമായ അറിവ് ആയിരിക്കുന്നത് പോലെ ആത്മസ്വരൂപമാണ്. ആത്മാവെന്ന് പറയുമ്പോൾ എങ്ങും നിറഞ്ഞിരിക്കുന്നത്.
എങ്ങും നിറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിനും അവസരം നൽകുന്ന ആകാശസ്വരൂപമായിരിക്കുന്നത്. അത് നിശ്ചലം പോലെ തോന്നുന്നു എങ്കിലും സർവചലനങ്ങൾക്കും ആധാര ശക്തിയായിരിക്കുന്നത്. അതിന് വ്യക്തമായി പറയാൻ ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ മൗനമാണ് അതിൻ്റെ ഭാഷ. ആ തരത്തിലുള്ള പരമരഹസ്യത്തെ ആത്മോപദേശ ശതകത്തിൽ കൂടി നമുക്ക് നാരായണ ഗുരു വെളിപ്പെടുത്തി തരുമ്പോൾ നിത്യ ചൈതന്യ യതി ഈ തരത്തിലെല്ലാം നമുക്ക് ഹൃദ്യമായി അനുഭവവിദിതമായി ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഉപാധിയായി നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗുരുക്കന്മാർ തരുന്ന പാഠത്തിൻ്റെ ഒരു ചെറിയ ഒരു സ്വരൂപതയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നിത്യചൈതന്യ ഗുരുവിലേക്ക് നമ്മൾ വരുമ്പോൾ അദ്ദേഹം നാരായണ ഗുരു അവതരിപ്പിച്ച കൃതികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യകാലത്ത് എഴുതിയെന്ന് വിചാരിക്കുന്ന സ്തോത്ര കൃതികൾ ഉണ്ട്. വിനായക അഷ്ടകമുണ്ട്. ഇപ്പോൾ വിനായക അഷ്ടകത്തെ നമ്മൾ എടുത്താൽ നമ്മൾ വിചാരിക്കും ഈ പണ്ട് ഇങ്ങനെ ഭക്തരായ ആളുകൾ, പുരാണ വിശ്വാസികൾ എല്ലാം പാടി നടന്ന, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതിയ ഭക്തി സാന്ദ്രമായ കവനങ്ങളാണ്, കൃതികളാണ് എന്നെല്ലാം പെട്ടെന്നങ്ങ് വിചാരിക്കും. അവിടെ ആ കാര്യം പറയുമ്പോൾ നിത്യചൈതന്യതി പറയുന്നു, അതെ, ഭാരതത്തിലെ തെക്കേ ഭാരതത്തിലുള്ള ശൈവന്മാർ എന്നറിയപ്പെടുന്നവർക്ക് മാത്രമല്ല, ഉത്തരഭാരതത്തിൽ വൈഷ്ണവരെന്ന് വിചാരിക്കുന്നവർക്കും സ്വീകാര്യനായ ഒരു മൂർത്തിയെയാണ് നാരായണ ഗുരു വിനായകനായി അവതരിപ്പിക്കുന്നതെന്നാണ്. രണ്ടു പേർക്കും വിനായക എന്നെ ഗണപതിക്ക് കുറിക്കുക, ഗണപതിയെ തൊട്ട് ആണ്. ഗണങ്ങൾക്ക്, രണ്ട് ഗണങ്ങൾക്കും, അസുരഗണങ്ങൾക്കും ദേവഗണങ്ങൾക്കും പതിയായിട്ടുള്ള ഗണപതിയെ നിത്യ ചൈതന്യ ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഉരസ്താരഹാരം ശരത്ചന്ദ്രഹീരം എന്ന് പറയുമ്പം ഉരസ്താരഹാരം എന്ന് പറയുകയാണ്. ഓക്കെ, സമയം ശരി. ഉരസ്താരഹാരം ശരത്ചന്ദ്രഹീരം എന്നൊരു പ്രയോഗം ഉണ്ട്. ശരത് ആയ ചന്ദ്രൻ ആകാശത്ത് പ്രകാശിക്കുകയാണ്. അത് ഉരസ്സാണ്, അത് വിനായകൻ്റെ മാർവിടമാണ്. അതിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നു. എങ്ങനെ? ഹീരം, വളരെ വിലപിടിപ്പുള്ള, പ്രൈസ്ലെസ്, അമൂല്യമായ രത്നമായി ശോഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആകാശത്താണല്ലോ ചന്ദ്രൻ പ്രകാശിക്കുന്നത്. അപ്പോൾ ഈ ഉരസ്, ഈ വിനായകൻ്റെ ഉരസ് ഏതുവരെ പോകുന്നു? ആകാശത്തോളം പോകുന്നു. അവിടെയാണ് ഈ ഹീരം, ഇത് പ്രകാശിക്കുന്നത്. അതിനെ രത്നമായിട്ടാണ് നാരായണ ഗുരു കാണുന്നു. ഉരസ്താര ഹീരം. എന്തൊരു അല്ല, ഉരസ്താരം, അത് ഉരസ് എന്നിങ്ങനെ കണ്ടിട്ട് ശരത്ചന്ദ്രഹീരം, ശരത്കാല ചന്ദ്രൻ അതിൻ്റെ രത്നമായി ആ ഉരസിൽ, ആകാശം ആയിരിക്കുന്ന ആ ഉരസിൽ ഹീരമായിട്ട് ചന്ദ്രൻ രത്നമായിട്ട് ശോഭിക്കുന്നു എന്നൊരു പ്രയോഗം. അപ്പോൾ കാലത്തെയും ദേശത്തെയും ഇത് എല്ലാം ഒന്നുപോലെ ഉൾക്കൊള്ളുന്നതും നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനെല്ലാം അതിവർത്തിക്കുന്നതുമായ ഒരു പ്രയോഗമല്ലേ എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നായകൻ എന്നുള്ള വാക്കെടുക്കുമ്പോൾ തന്നെ വിശേഷേണ നമ്മെ നയിക്കുന്ന നായകനാണ് വിനായകൻ എന്നെടുത്ത് പറയുന്നു. എങ്ങനെയാണ് വിശേഷേണ നമ്മെ നായകൻ നയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആത്മോപദേശ ശതകം നമ്മുടെ മനസ്സിൽ വേണം. എങ്ങനെയാണ്? അറിവ് പ്രകാശിപ്പിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങളും ദേവന്മാരാണ്. കണ്ണ് പ്രകാശരൂപത്തെ കൊണ്ടുവരുന്ന ദേവൻ, കാത് ശബ്ദരൂപത്തെ നമുക്ക് കേൾപ്പിച്ചു തരുന്ന ദേവൻ, ഇങ്ങനെ ഓരോ ജ്ഞാനേന്ദ്രിയങ്ങളും
ദേവന്മാരാണ്. ആ ദേവന്മാർക്ക് പ്രവർത്തിക്കുവാൻ അവസരം നൽകുന്ന, ഊർജം നൽകുന്നത് ആത്മസ്രോതസ് തന്നെയാണ്. അതുകൊണ്ട് വിനായകനായിരിക്കുന്നത് ആരാണ്? ആത്മസ്വരൂപതയാണ്. ആ ആത്മസ്വരൂപതയിൽ നിന്ന് ഉള്ള വെളിച്ചം അല്ലെങ്കിൽ ഊർജം അത് സ്വീകരിച്ചാണ് കണ്ണ് പ്രകാശിക്കുന്നത്, കാത് കേൾക്കാൻ കഴിയുന്നത് എല്ലാം. അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെല്ലാം ആത്മസ്വരൂപതയെ നമിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് നമ ദേവവൃന്ദം. കോടാനുകോടി ദേവന്മാർ, ദേവസമൂഹം വെളിയിലായാലും നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന ദേവസമൂഹമായാലും ആത്മസ്വരൂപതയെ നമിച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് വിനായകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് എത്ര പറഞ്ഞാലും തീരാത്ത ഗുരു നമുക്ക് തരുന്ന പാഠങ്ങൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ട്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗുരു പരമ്പരയ്ക്ക് സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. മാത്രമല്ല, ഓതുമൊഴിയും ഓർക്കിൽ നീ എന്ന് പറയുന്ന തരത്തിലാണ് നിത്യചൈതന്യ ഗുരു സാന്നിധ്യം നിലനിൽക്കുന്നത്. അത് എക്കാലവും നിത്യഭാസുരമായി ഇരിക്കും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ പ്രണാമങ്ങളും ഗുരുവിൻ്റെ പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടി ക്ഷമാപൂർവ്വം ഇരുന്ന ഓരോരുത്തർക്കും നമസ്കാരം പറയുന്നു. പിന്നെ എനിക്ക് ഇപ്പം സച്ചിദാനന്ദ സ്വാമികൾ തിരിച്ചു വന്നു. അദ്ദേഹം കേൾക്കാനുള്ളൊരു വാക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചത് വേറൊന്നുമല്ല. ഇപ്പം ഇവിടെ ശിവഗിരി മഠം, ഈ മഠത്തിലെ സന്യാസിമാർ അവരെ സ്നേഹിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സംഘം, ഒരു വലിയ ഒരു സംഘം തന്നെ ഈ മതത്തിൻ്റെ എല്ലാം ഒരു മകുടമണി എന്ന് പറയാവുന്ന വിധത്തിൽ വിഭാഗീയത വരാം. എങ്കിലും മതത്തിൻ്റെ പേരിൽ സർവാധ്യക്ഷം വഹിക്കുന്ന ഒരു മതത്തിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ശാഖയുടെ ആകട്ടെ, പോപ്പെന്ന് പറയുമ്പോൾ മതത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു പ്രതീകമാണ്. പിന്നെ ആ കേന്ദ്രവും വത്തിക്കനാണ്. ആ കേന്ദ്രത്തിൽ വച്ച് തന്നെ എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും തുല്യ നിലയിൽ പങ്കെടുക്കുവാൻ, അല്ലെങ്കിൽ ആശയങ്ങൾ വെളിപ്പെടുത്തുവാൻ ഒരു ഏക മനസ്സോടെ, ഏകാത്മകം എന്നൊക്കെ നമ്മൾ പറയുന്ന അവനവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം. ഇതാണ് നാരായണ ഗുരുവിനെ പഠിപ്പിക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 2 വരിയാണ്. അവൻ ഇവനെന്നറിയുന്നത് ഒക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. ഇത്രയാണ് ഗുരുവിൻ്റെ ദർശനം. ഇതാണ്. ഈ ദർശനമുള്ളവൻ എന്തു ചെയ്യും? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്ന പരൻ്റെ സുഖത്തിനായി പ്രവർത്തിക്കുകയുള്ളൂ. ആത്മസ്വരൂപമാണ് വേറെ ശരീരത്തിൽ, വേറെ രൂപത്തിൽ, ഭാവത്തിലൊക്കെ ഇരിക്കുന്നെങ്കിലും അത് തൻ്റെ തന്നെ ആത്മാവിൽ നിന്ന് അഭിന്നമായിരിക്കുന്ന, തൻ്റെ തന്നെ ഭാഗമായിരിക്കുന്ന ഒന്നാണ്. അതിന് വേദന ഉണ്ടാക്കിക്കൂടാ. അതും സന്തോഷഭരിതമായിരിക്കണം. ഇതാണ് നാരായണ ഗുരു നമുക്ക് തരുന്ന എത്തിക്സ്, നമുക്ക് തരുന്ന നീതിനിഷ്ഠമായ കർമ്മ രംഗത്തിന് തരുന്ന ആ ഉപദേശം. ആ 4 വരിയിൽ സമസ്തവും അടങ്ങും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ മതത്തിൻ്റേതാകട്ടെ അല്ലെങ്കിൽ ഏതിൻ്റെ ആയാലും ഒരു സൂര്യ ഉദയമാണ് ആ നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ ഒരു സൂര്യ ഉദയമാണ് വത്തിക്കണിൽ നടത്തിയിട്ട് വരുവാൻ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ സന്യാസിമാർക്ക്, പ്രത്യേകിച്ചും ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ പോയി ഒന്ന് നടത്തി വന്നല്ലോ. 1924 ഗുരു എത്ര ക്ലേശിച്ചാണ് സർവമത സമ്മേളനം അവിടെ കൂടിയത്, ആലുവയിൽ കൂടിയത്. പിന്നെ അതിൻ്റെ ഓർമ്മയ്ക്ക് അതിൻ്റെ ഒരു 25ാം വാർഷികം എന്തോ കൂടിയപ്പോഴാണ് നടരാജഗുരുവിനെ കൂട്ടി നിത്യചൈതന്യ ഗുരു കൂടി അവിടെ കൊണ്ടുവന്നു ആലുവയിൽ വെച്ച് അതിൻ്റെ ഒരു അനുസ്മരണ സമ്മേളനം നടന്നത്. ഇപ്പോഴ് ഇതിനൊരു മകുടമണി എന്നതുപോലെയാണ് ശിവഗിരി മഠത്തിന് വത്തിക്കനിൽ പോയി ഈ മഹാസംരംഭം നടത്താൻ കഴിഞ്ഞത്. അത് ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാണ്. അതിന് എങ്ങനെയായിരുന്നാലും സ്വാമിയോട് ഒരു സന്തോഷവാക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്. എല്ലാവർക്കും നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ജയരാജ് ഭാരതിയുടെ സംഭാഷണം കേൾക്കാം. ഗുരുവിൻ്റെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, നിത്യേൻ്റെ ഗുരുവിൻ്റെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു, നിങ്ങളിൽ കൂടി അത് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നമസ്കാരം.